യു ആർ ബോൺ എത്തീസ്റ്റ്. പിന്നെ നിങ്ങളിലേക്ക് ഒരു സാധനം കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നിങ്ങൾ യു ആർ എത്തീസ്റ്റ് അബൌട്ട് അതർ റിലീജിയൻസ് ആൻഡ് അതർ ഫെയ്ത്ത് ആൻഡ് അതർ പാർട്ടീസ് ആൻഡ് അതർ ഓൾ അതർ 99.9% വിശ്വാസങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്തീസ്റ്റാണ്. അതുമില്ലാതെ നിങ്ങളൊരു ഉപ്പിയൊക്കെ എടുത്ത് ചുമന്നുകൊണ്ട് നടക്കുന്നു. ചുമന്നുകൊണ്ട് നടക്കാതിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുന്നത് പോലെയുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് ആൻ അഡീഷണൽ ബർഡൻ ഓൺ യുവർ ഷോൾഡേഴ്സ്. 10-20 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഐ വാസ് വെരി ഡോർമെൻറ്റ്. ഒന്നാമത് ഞാൻ ചിന്തിക്കുന്നത് ഇറ്റ് വാസ് നോട്ട് ഈസി ടു ഒപ്പോസ് റിലീജിയൻ. പല രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാവും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. ഐ വാസ് എൻ എത്തീസ്റ്റ് ബട്ട് ഐ വാസ് നോട്ട് നമ്മൾ ബോധേഡ് അല്ലെന്ന് പറയുക. ലിറ്റ്മസിൻ്റെ ചിരപുരാതനമായിട്ടുള്ള ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദി സമ്മേളനം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ. അതൊരു മോക്കിംഗ് ടീച്ചറാണ്. അതുപോലെ ചോദിക്കും ദൈവത്തിൻ്റെ സ്വന്തം, അപ്പോൾ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ഉന്നത ചിന്തകരുമുണ്ട്. പക്ഷേ നമ്മളൊരു എന്താ പറയുക ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ചാൽ പോലും ആളുകൾ അങ്ങനെ സർക്കാസ്റ്റിക്. അപ്പോൾ അൺഅപ്പോളജിക്കലി എത്തീസ്റ്റ് എന്ന് ഈ സമൂഹത്തിന് മുന്നിൽ പറയുകയാണ്. ഞാൻ പറയുന്നില്ല ഒരിക്കലും എത്തീസം ഒരു പോപ്പുലർ സ്റ്റാൻസ് ആണ്, ആളുകൾ വന്ന് അറിയുന്ന സാധനമാണ്, ഒരുപാട് പേര് അതിൻ്റെ പുറകെ വരും എന്നൊന്നും ഒരു ക്ലെയിം എനിക്കൊരു കാലത്തും ഇല്ല, ഇനിയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അതൊരു മൈനോറിറ്റി പൊസിഷനാണ്. സ്കൂളും കോളേജും ഒക്കെ അന്ധവിശ്വാസങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകൾ. എല്ലാവരും കരുതുന്നതാണ് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വിശാലമായി ചിന്തിക്കുന്ന, അവർക്ക് ഇതൊന്നും ശരിയാണ്. നേരെ തിരിച്ചാണ്. നന്മ എന്ന് നമ്മൾ വിളിക്കുന്ന പലതും നമ്മുടെ ഇവല്യൂഷണറി ബേസിൽ നമ്മൾ അതിജീവനത്തിനെ സഹായിക്കുന്ന കുറേ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. നന്മയില്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിലും സ്വന്തം നന്മയ്ക്ക് വേണ്ടിയെങ്കിലും ആളുകൾ പ്രവർത്തിക്കുക. ആദ്യ കേൾവിയിൽ ഉൾക്കൊള്ളാനാവാത്തതും പിന്നീട് ആ കേട്ടതിൽ എന്തൊക്കെയോ ശരിയില്ലേ എന്ന് തോന്നിപ്പോകുന്ന ചില ചിന്തകളുണ്ട് നമുക്ക് ചുറ്റും, നമുക്കിടയിലും. അത്തരത്തിൽ ചിന്തകൾ പൂക്കുന്നിടമാക്കുന്ന ഒരാൾ, നമ്മളെയൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാൾ, അത്തരത്തിലുള്ള വ്യക്തിത്വമാണെന്ന് കൂടെയുള്ളത് പ്രൊഫസർ സി രവിചന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ മുമ്പിലിരിക്കുന്ന കസേരയിലിരിക്കുമ്പോൾ പലപ്പോഴും വിശേഷങ്ങൾക്ക് ഒരുപാട് ലെവൽസ് കിട്ടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അതിൽ തന്നെ പലതരം വ്യാഖ്യാനങ്ങൾ നമ്മൾ കടന്നു പോകാറുണ്ട്. പക്ഷേ നിരീശ്വരവാദമെന്നും മതേതരവാദി എന്നും ഇപ്പോൾ സ്വതന്ത്ര ചിന്തകനായിട്ടും നാസ്തികനായിട്ടും ഒക്കെ ഇപ്പോൾ സ്വയമേ വിലയിരുത്തുമ്പോൾ ഇതിൻ്റേതായിട്ടുള്ള സാമ്യതകളുമുണ്ട്, വേർതിരിക്കപ്പെടുന്ന വസ്തുക്കളുമുണ്ട്. എങ്ങനെ വിശേഷിപ്പിക്കാനാണ് ശരിക്കും സ്വയം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഓരോരോ ഏരിയസിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോരോ ടാഗുകളാണല്ലോ കിട്ടും. അതെ അതെ. ഇപ്പോൾ നമ്മൾ കോളേജ് ചെല്ലുമ്പോൾ അധ്യാപകനാണ്, വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവാണ്, പിതാവാണ്. പിന്നെ മതവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ നാസ്തികൻ അല്ലെങ്കിൽ എത്തീസ്റ്റ് എന്നൊക്കെ ഉള്ള പേര് വരും. സോ ഇറ്റ് ഡിപ്പെൻസ്. ഇത് വേണമെങ്കിൽ ഒരു പക്ഷേ ഈ പദപ്രയോഗങ്ങളെല്ലാം കൂടി ഒരു ക്ലാസ്സിൽ തൂക്കാൻ പറ്റുന്നവയാണ്. ഇത് താരതമ്യപ്പെടുത്തുന്നുണ്ട്, അതല്ലെങ്കിൽ അത് എപ്രകാരമാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ശരിക്കും? അല്ല, ഒറ്റ ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ മനുഷ്യൻ അത് മതിയാകും, ഒറ്റ പദം മതിയാവും. അത് പല പല റോളുകളിലും നമ്മൾ പ്രത്യക്ഷപ്പെടുന്നു. യു ആർ എവറിത്തിങ്, യു ആർ നോട്ട് വൺ തിങ്, യു ആർ നോട്ട് ദ സെയിം തിങ് ഓൾവേസ്. ഇത്തരം പദപ്രയോഗങ്ങൾ, എൻ്റെ ചോദ്യം അതായിരുന്നു, ഇത് എങ്ങനെയാണ്, എപ്രകാരമാണ് ഇത് വേർതിരിക്കപ്പെടുന്നത്? ഇപ്പോൾ ഒരു വെള്ളം പോലെയല്ലേ, വെള്ളം അതിരിക്കുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കും. നിങ്ങളതൊരു ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ ജാർ. സോ ലൈക്ക് വി ആർ ഫ്ലെക്സിബിൾ, വി ഗെറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് റോൾസ്. സോ ദെൻ വി ആർ കോൾഡ് ഡിഫറെൻറ്റ് തിങ്സ്. ഓരോരോ ഇപ്പോൾ നമുക്ക് ഓരോരുത്തർ ജനനത്തിലാണെങ്കിൽ പോലും അവൻ്റെ ചുറ്റുപാടിലെ ചട്ടക്കൂടിൽ വരുന്ന കുറച്ച് വിശ്വാസങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ അവൻ്റെ പൂർവ്വരിൽ നിന്ന് മാറി മാതാപിതാക്കളോട് കൈമാറി വന്നതും അവൻ്റെ ജനനത്തിൽ അവൻ്റേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പുറത്തേക്ക് ആ ചട്ടക്കൂടിൻ്റെ ഉള്ളിലായിട്ട് അവൻ മാറാറുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു നാൾ രവിചന്ദ്രനും ഈ വിശ്വാസങ്ങൾക്കുള്ളിലായിരുന്നു എന്നാണ് എനിക്ക് കരുതുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. എവിടെയാണ് രവിചന്ദ്രൻ തൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ബ്രേക്ക് ചെയ്യുന്നത്, സ്വതന്ത്ര ചിന്തകനാകുന്നത് എപ്പോഴാണ്? ദാറ്റ്സ് യുവർ സ്പെക്കുലേഷൻ, ദാറ്റ്സ് റൈറ്റ്. നോർമലി നമ്മളൊരു മതാധിഷ്ഠിത സമൂഹത്തിൽ ജനിക്കുമ്പോൾ ഏതെങ്കിലും വിശ്വാസങ്ങൾ, ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് നമ്മളിലുണ്ടാവും. അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും ഉണ്ടാവും. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഇതിൽ നിന്ന് മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആൻസർ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്, എന്നാലും ഐ മേ റിപ്പീറ്റ്. ഇതൊരു തലയിൽ തേങ്ങ വീണ മൊമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. It is never an explosion, there is never a revolution. It's simply a gradual change. ഒരു ചെയിൻ ഓഫ് തോട്ട്സ് ആണ്. സോ ഈ പിക്കപ്പ് നിങ്ങളുടെ ബ്രെയിൻ വികസിതമാകുന്നതോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ ബാഹ്യലോകവുമായിട്ട് ഓരോരോ പുതിയ പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ പുതിയ പുതിയ കൺക്ലൂഷൻസ് ഉണ്ടാവും. അത് നമ്മൾ റീഡിഫൈൻ ചെയ്യും, റീഫോം ചെയ്യും, അങ്ങനെ ഫൈനലി നമ്മൾ പോവുകയാണ്. അതൊരു ഗ്രോത്താണ്, ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. അത്
വൺ ഓഫ് ഇവൻ്റ് അല്ല. ലിറ്റ്മസ് നടക്കാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ പങ്കാളിത്തം കാലിക്കറ്റ് ഉണ്ടായി. ഓരോ വർഷവും ഇത് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതിൽ ആത്മസംതൃപ്തി സ്വാഭാവികമായിട്ട് ആ വാക്കുകളിലും മുഖത്തും കാണുന്നുണ്ട്. അപ്പം ഇത്രത്തോളം ആളുകൾ പങ്കാളിത്തം ഉണ്ടാവുന്നെന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ രജീന്ദ്രൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മതങ്ങളും മതവിശ്വാസങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളിലും എന്തുമായിക്കോട്ടെ, ഇതിൽ മറ്റുള്ളവരുടെ കൂടി സ്വാതന്ത്ര്യങ്ങളും ഇഷ്ടങ്ങളും അതിൽ തടസ്സപ്പെടുന്നുണ്ടെന്ന്. ഒരുപക്ഷെ വലിയ കൂട്ടായ്മ വരുന്ന റോഡ് സൈഡിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ ചിലപ്പോൾ ഒരു ആംബുലൻസ് കടന്നു പോയാൽ പറ്റുന്നേക്കാം, അല്ലെങ്കിൽ യാത്രകൾക്ക് സഞ്ചാരയോഗ്യമല്ലാതെ വരുന്ന അവസ്ഥയൊക്കെ വന്നേക്കാം എന്ന് പറഞ്ഞു. ഇത്രത്തോളം ആളുകൾ വരുന്നു എന്നുള്ള സന്തോഷം നിൽക്കുമ്പോഴും ഈ ആളുകൾ കൂടുന്നിടത്ത് നിങ്ങളും ഈ തടസ്സം ബോധപൂർവമോ അല്ലാതെയോ സൃഷ്ടിക്കുന്നില്ലേ? ഓക്കെ, ഡോസ് മേക്സ് പോയിസൺ. ഒരു വസ്തു വിഷമാകുന്നതും അല്ലാത്തതും അതിൻ്റെ നിരക്കും അതിൻ്റെ അളവുമാണ്. വെള്ളം തന്നെ നമ്മൾ ഒറ്റ ഇരിപ്പിലൊരു 6-7 ബോട്ടിൽ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തറ കിടക്കും. വെള്ളമാണ്. ഓക്സിജൻ തന്നെ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ, അത് വളരെ ടോക്സിക്കാണ്. അപ്പോൾ ഈ ആളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന് ഒരു ട്രാഫിക് വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ അതിനപ്പുറമായി കഴിഞ്ഞാൽ അത് എത്തിസ്റ്റുകൾ നടത്തിയാലും മതക്കാർ നടത്തിയാലും പാർട്ടിക്കാർ നടത്തിയാലും പ്രശ്നമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഈ ഒരു രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ള ഒരു മേ ബി ഒരു 5,000 മാക്സിമം ഒരു 10,000 വരുമായിരിക്കും. അത്രയും പേര് വരുമ്പോൾ ആർക്കെങ്കിലും അതുമൂലം ഒരു തടസ്സം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമൂഹികമായിട്ടൊരു തെറ്റാണ് ചെയ്യുന്നത്. ആ ഒരു വിശ്വാസം, ആ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അപ്പോൾ പരമാവധി അങ്ങനെ ഒരു ആൾക്കൂട്ടം 10,000 അല്ലെ ഒരു 5,000, ബിറ്റ്വീൻ 5,000 10,000 ഒക്കെ ഒരു മറ്റുള്ളവർക്ക് അസ്വാരസ്യം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു ആൾക്കൂട്ടമാണ് എന്ന് അത് ഇപ്പൊ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സമയങ്ങളാണ്. എസൻസ് ഗ്ലോബൽ പോലുള്ള ഇപ്പൊ ലിറ്റ്മസ് സംഘടിപ്പിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത് കുറേ പേരിലേക്ക് സ്പ്രെഡ് ആവുന്നു. ഇത് പല സ്ഥലങ്ങളിലത്ത് പല സംഘടനകൾ നടത്തുന്ന സമ്മേളനങ്ങളായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 1000-10,000 എന്നുള്ളത് ലക്ഷങ്ങളായി വരാൻ വലിയ സമയമില്ല. അപ്പോൾ ഇന്ന് മതപാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും നടക്കുന്ന തലത്തേക്ക് വളരാൻ വലിയ സമയമില്ല. അപ്പൊ പറയുന്നത് ഇത്ര എണ്ണ ആയതുകൊണ്ട് അത് തടസ്സമാവുന്നില്ല, കുറച്ചൊക്കെ ആവാം, വലുതായിട്ട് കക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന പോലെ. അത് താങ്കൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഉൾക്കുള്ളിലുണ്ടായി. അങ്ങനെയൊക്കെ സംഭവിക്കും. ആക്ച്വലി ഒന്നാമത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് എത്തിച്ചതിന്റെ കാര്യം. അത് മൈനോറിറ്റി പൊസിഷനാണ് ഞാൻ പറഞ്ഞില്ലേ. എന്നോട് മൈനോറിറ്റി റിലീജിയൻ ഇറ്റ്സ് എ മൈനോറിറ്റി പൊസിഷൻ. ഈ മൈനോറിറ്റി പൊസിഷൻ ബേസിക്കലി എന്തുകൊണ്ട് മൈനോറിറ്റി ആയെന്ന് ചോദിച്ചാൽ എക്കണോമിക്സിലെ ചോദ്യമുണ്ട്, വൈ ഇസ് എ പുവർ കൺട്രി പുവർ? ദ ആൻസർ ഈസ് എ പുവർ കൺട്രി ഈസ് പുവർ ബിക്കോസ് ഇറ്റ്സ് പുവർ. അപ്പം ഈ ഒരു സംഗതി നിങ്ങൾ പെട്ടെന്ന് ആളുകളുടെ തലയെ തേങ്ങ വീണ് എല്ലാവരും ഇങ്ങനെ വന്ന് ഇതെല്ലാം അങ്ങനെ ഒരു സംഗതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നിർത്തും. ബാക്കിയുള്ളവർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ചോദ്യം അതാണ്, നിർത്തുന്നത്. കാരണം മറ്റൊരു ഓൾഡ് മെജോറിറ്റിയിലായിട്ട് വിശ്വാസങ്ങൾ ഇത്രത്തോളം പേര് നടക്കുമ്പോൾ ആഘോഷങ്ങളിൽ ആളുകൾ കൂടും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ അവരതിനെ ചുരുക്കാനോ ഒന്നും കഴിയില്ല. പിന്നെ അതിനപ്പുറത്തേക്ക് മറ്റു ആഘോഷങ്ങളെയും വിശ്വാസങ്ങളെയും അത് ബഹുമാനിക്കും, അതനുസരിച്ച് നടത്താൻ എല്ലാവരും സഹകരിക്കുന്നവരും കൂടിയാണ് അല്ലേ? അപ്പോൾ ഓക്കെ, ഞാൻ റെക്ടിഫൈ. റോഷൻ, ഞാൻ പറയുന്ന കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ നിർത്താൻ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. ലൈക്ക് ഇതേ കണക്ക് എല്ലായിടത്തും ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾ വരികയാണ്, അല്ലെങ്കിൽ 1000-കണക്കിന് ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ലിറ്റ്മസിന്റെ ആവശ്യമില്ല. പിന്നെ ഈ കൂടുതൽ ആളുകളോട് വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ പ്രവർത്തനം നിർത്തും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്നില്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഇപ്പോൾ മതവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസങ്ങളും പ്രാസംഗങ്ങളും അല്ലെങ്കിൽ ധ്യാനങ്ങളും മറ്റെന്ത് തന്നെ കൂട്ടായ്മകളാണെങ്കിലും ഇല്ലാതെ ആവുന്നില്ല. അപ്പം ഞങ്ങളാണ് കൂടുതൽ. ഞങ്ങൾക്ക് എന്തിനാണ് ഇപ്പോഴും വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് പിന്തുടർന്ന അവകാശം പോലെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ പോരെ, അത് ചിന്തിക്കുന്നില്ലല്ലോ. അത് നിങ്ങളിൽ സ്വാഭാവികമായിട്ട് വരാം. അല്ല, അതെ, അതിപ്പോൾ ഈ ട്രെയിൻ ഇടുന്നതുകൊണ്ടാണ്. ഒരു പുതിയ ട്രെയിനുകൾ വരുമ്പോൾ പഴയ ട്രെയിനും ഓടിക്കോട്ടെ എന്ന് പറയാം. അപ്പോൾ വേറൊരാൾ പറയും, ഇവിടെ ഈ ട്രെയിനുകളെല്ലാം കൂടെ ഓടിക്കഴിഞ്ഞാൽ മറ്റേനും ഒരു പ്രശ്നമാണ്, ഇതൊന്നാമത് പാട്ടയടിച്ച് പോകുന്നു, ഇത് ലാഭത്തിലല്ല. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ യാത്രക്കാരത്രേ ഉള്ളൂ. അങ്ങനെ ആശയങ്ങൾ സ്പ്രെഡായി പോകുന്നു, യാത്ര നിറവേറ്റി പോകുന്നു. അപ്പോൾ പഴയ വണ്ടികൾ മാറ്റുന്നതല്ലേ കുറച്ചുകൂടെ ഒരു എക്കണോമിക്കലായിട്ടും യുക്തിസഹമായ ഒരു തീരുമാനം. നിങ്ങളെല്ലാം മാറ്റം അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ അവർക്ക് വേണ്ടി കൈയടിക്കും, നമ്മൾ മാറി നിൽക്കും. അങ്ങനെ ഒരു അവസരം ഉണ്ടാകാനായിട്ടുള്ള ഒരു ആഗ്രഹം മാത്രമാണ് എനിക്ക്. ഇല്ല, ഇത് ഒരിക്കൽ ചാർജ് ചെയ്താൽ മതി, അതിന്റെ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അത് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ആക്ച്വലി ഇപ്പോൾ ഉദാഹരണം, റോഷൻ ഇടപെടുന്ന ഒരുപാട് മേഖലകളുണ്ടാവും. നിങ്ങൾ ചന്തയിൽ പോകുന്നുണ്ടാകും, നിങ്ങൾ ഓഫീസിൽ പോകുന്നുണ്ടാകും, വീട്ടിൽ അടുക്കളയിൽ കയറുന്നുണ്ടാകും. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ കയറുന്ന ഈ മസ്തിഷ്കമായിട്ടാണ്. നിങ്ങളുണ്ടായ ചിന്താപരമായ മാറ്റം അവിടെ എല്ലാം പ്രസരിക്കും. നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അതുണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ശരിക്കും ഒന്ന് ചാർജ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ഒരു അനന്തമായ സാധ്യതയാണ്. ആ ഒരു നിങ്ങൾ ഒരിക്കലും ഒരു പുതിയ ലോകം കണ്ടെത്തി ഒരു സ്വതന്ത്രനായ ഒരു വ്യക്തി ചിലപ്പോൾ ഓടി നടന്ന് പറയും, ഞാൻ സ്വതന്ത്രനായി, എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ അറിയണം, ഇതിന് വളരെ മേന്മകളുണ്ടെന്ന് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലർ മാത്രമേ ഉള്ളൂ സ്വതന്ത്രനായാലും അത് വളരെ
ലോട്ടറി അടിച്ചാലും പുറത്ത് പറയാത്ത ആൾക്കാർ ഉണ്ടാകാം. പക്ഷേ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അത് സോഫായിട്ട് പുറത്ത് പറയുന്ന ആൾക്കാരാണ് അത് എൻ്റെ ഇത് പ്രയോഗിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് ഒരു ചേഞ്ച് വരുന്ന ഒരാൾ റിപ്പിൾസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. ഇത് ചിന്താപരമാണല്ലോ. അതെ, ഈ പുതിയൊരു ആശയം കൊണ്ടുവരുന്ന ആൾ പുതിയല്ല അല്ല ഞാൻ ചോദിക്കുന്നത്, പുതിയൊരു ആശയം കൊണ്ടുവരുന്ന ആളോ അത്തരത്തിൽ വേറിട്ട ചിന്താഗതി പറയുന്ന ആളുകൾക്കോ അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ ഫ്യൂച്ചർ ഉണ്ടാവും, ഇതിങ്ങനെ ആവണം എന്നുള്ള ദീർഘവിഷൻ ഉണ്ടായിരിക്കും. ഇത്തരത്തിലൊരു ആശയത്തിൽ മുന്നോട്ട് പോകുന്ന രവിചന്ദ്രന്റെ മറ്റേ പറഞ്ഞ പോലെ ഗാന്ധിജി കണ്ട സ്വപ്നം ഇതാണെന്ന് പറഞ്ഞു, രവിചന്ദ്രൻ കാണുന്ന ഒരു സ്വപ്നം എന്താണ് ഇനി അപ്പുറത്തേക്ക്, കുറെ നാളത്തേക്ക് അപ്പുറത്തേക്ക്? ഇതാണ് ഏറ്റവും വലിയ ഇത്. ഈ ചോദ്യം വരുന്നത് തന്നെ മതത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. എന്തായിരിക്കണം ഇനി വരാനുള്ള ലോകം, വരാനുള്ള മനുഷ്യർ, അവരുടെ രീതികൾ എന്നുള്ളതിനെ കുറിച്ച് സ്വപ്നം കാണുന്നത് തന്നെ ഒരു മതാത്മക രീതിയാണ്. ഞാനൊരു ഉദാഹരണം, പക്ഷേ അതിന്റെ ഒപ്പം ചേർത്ത് വെക്കണം, കാരണം നിങ്ങളും ആ സ്വപ്നം മറ്റൊരു തരത്തിൽ കാണുന്നുണ്ട്. കാരണം വരും വർഷങ്ങളിൽ നിന്ന് കുറെ പേര് ആളുകൾ എത്തണം, കുറെ പേരിലേക്ക് എത്തണം എന്നുള്ളൊരു വിശ്വാസം പ്രതീക്ഷ നിങ്ങൾക്കും ഉണ്ട് ഇല്ലേ? ഞാൻ ഇന്നലെ തന്നെ ഒരു ലൈവിൽ ഒരാൾ എന്നോട് ചോദിച്ചാണ് ഈ സ്വപ്നം കാണുക. ഈ സ്വപ്നം ഒരിക്കലും നമ്മൾ കാണുന്നത് ഈ വരാനിരിക്കുന്നതിനെ കുറിച്ചല്ല ബേസിക്കലി. അത് സ്വപ്നമല്ല, അത് ചിന്തയും ഭാവനയാണ്. സ്വപ്നങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഡേറ്റ പ്രതീക്ഷകൾ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ സംഭവിക്കുന്നു. സ്റ്റോർഡ് ആയിട്ടുള്ള ഡേറ്റ അൺഎഡിറ്റഡ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നു ഉറക്കത്തിലോ. അതാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. പലപ്പോഴും വെർബിലെ സാധനം പറയുന്ന സമയത്ത് നമ്മളിത് വിഷ് ചെയ്യുന്നു എന്നുള്ളൊരു കൂടെ ചേരുന്നുണ്ടല്ലോ. ആക്ച്വലി സ്വപ്നം ഒരിക്കലും ഫ്യൂച്ചറിസ്റ്റിക് ആകാനേ പറ്റത്തില്ല. ആളുകൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബൈബിളിൽ തന്നെ ഈ മെലിഞ്ഞ പശുവിൻ്റെയും തടിച്ച പശുവിൻ്റെയും സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. സ്വപ്നങ്ങളെ വ്യാഖ്യാനമുണ്ട്. ഈ മെലിഞ്ഞ പശുവും തടിച്ച പശുവൊന്നും ഒരിക്കലും ഫ്യൂച്ചറിസ്റ്റിക് അല്ല. നിങ്ങളൊരു മെലിഞ്ഞ പശുവിനെ കണ്ടിട്ടുണ്ട്, തടിച്ച പശുവിനെ കണ്ടിട്ടുണ്ട്, പടത്തിലെങ്കിലും കണ്ടിട്ടുണ്ട്. ഈ സാധനം അവിടെ പ്ലേ ചെയ്തിട്ട് നിങ്ങളിത് അവതരിപ്പിച്ചിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന ക്ഷാമവും സമൃദ്ധിയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. സ്വപ്നങ്ങൾ ആക്ച്വലി ഫ്യൂച്ചറിസ്റ്റിക് അല്ല. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരുന്നത്. സ്വപ്നങ്ങൾ എപ്പോഴും ഓൾഡ് ഡേറ്റയുടെ അൺഎഡിറ്റഡ് പ്ലേ ആണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഭാവി എന്താകണം അത് പറയുന്നത് ഏതാണ്? പുസ്തകങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം മുന്നോട്ട് പോകും. ഇതൊരു സ്വപ്നമാണ്. കുറഞ്ഞ പക്ഷം അത് പേടി സ്വപ്നമാണ്. യഥാർത്ഥത്തിൽ ഒരു വർഗം മറ്റു വർഗത്തിൻ്റെ മേളിൽ സർവാധിപത്യം പുലർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഷിയർ വയലൻസ് ആണ്. പോട്ടെ, ഞാൻ പറഞ്ഞത് അതൊരു സ്വപ്നമാണ്. ചില ആൾക്കാരെങ്കിലും സ്വപ്നമാണ്, മറ്റുള്ളവരെ പേടി സ്വപ്നം. ഇത് വരുന്ന ഒരു മതാത്മകമായ പ്രസ്ഥാനത്തിൽ നിന്നാണ്. അല്ലെ രാമരാജ്യം, അല്ലെങ്കിൽ സ്വർഗം, നരകം. അപ്പം ഇനി വരാനിരിക്കുന്ന ലോകം എങ്ങനെയായിരിക്കണമെന്ന് മുന്നേ പറഞ്ഞു വെക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്തെല്ലാം വരുന്നത്. ഇതിനെയാണ് നമ്മൾ റിലീജിയസിറ്റി, മതാത്മകത എന്ന് പറയുന്നത്. എനിക്കങ്ങനെ സ്വപ്നങ്ങളില്ല. ഇനി എങ്ങനെ ഇരിക്കണം ലോകമെന്ന് ഇനി വരാനിരിക്കുന്ന ആളുകൾ ഏറ്റവും ബെസ്റ്റ് അവർ തീരുമാനിച്ചോളൂ. ബെസ്റ്റ് അവർ തീരുമാനിക്കാനുള്ള അവസ്ഥയിൽ അവർ എത്തണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. പ്രതീക്ഷയുണ്ട്. അത് ഓക്കെ, പ്രതീക്ഷ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മുടെ തിരിച്ചറിവുകൾ വരുന്ന സമയത്ത് ഈ തിരിച്ചറിവുകൾ തന്നെ കുറച്ചുകൂടിയും അത് മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ആദ്യത്തെ ഒരു പക്ഷേ ഇതല്ല ശരി, എൻ്റെ വിശ്വാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ തിരിച്ചറിവുകൾ വരുന്നൊരു സമയം ഉണ്ടായിരിക്കാം. ഏത് കാലഘട്ടത്തിൽ നിന്നുള്ളത് ഇവിടെ വിഷയമല്ല. പക്ഷേ അത്തരത്തിൽ നിന്ന് മാറി ഇത് കുറേ പേരിലേക്ക് കൂടിയും എൻ്റെ വാമൊഴി, എൻ്റെ വാക്കുകളിലൂടെ ഇത് കൈമാറണമെന്ന് ചിന്തിക്കുന്നൊരു പ്രക്രിയ സംഭവിക്കുന്നത് ശരിക്കും ഇതിലെവിടെയാണ്? അത് കുറച്ചുകൂടെ ഒരു ടെമ്പറലായിട്ട് കറക്റ്റാണ്. ഞാൻ ബേസിക്കലി ഒരു 10-20 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഐ വാസ് വെരി ഡോർമെന്റ്. ഒന്നാമത് ഞാൻ ചിന്തിക്കുന്നത് ഇറ്റ് വാസ് നോട്ട് ഈസി ടു ഒപ്പോസ് റിലീജിയൻ. പല രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാവും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. ഐ വാസ് ആൻ എത്തീസ്റ്റ് ബട്ട് ഐ വാസ് നോട്ട് നമ്മൾ ബോധേഡ് അല്ലെന്ന് പറയുമല്ലോ. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക, കുറച്ച് ചപ്പളച്ചൊക്കെ അടിച്ച് നടക്കുക, ഇതായിരുന്നു അവർക്ക് അവരുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം. ശരിക്കും എൻ്റെ ഒരു ചേഞ്ച് ഞാൻ നാസ്തികനായ ദൈവം എന്നുള്ള പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക്, അത് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ജോലിയാണ്. അന്ന് അവിടെ ഓഫീസിൽ അന്നത്തെ ദിവസം ഞാൻ കണ്ട ചില രംഗങ്ങളാണ് എനിക്കത് ശരിക്കും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. പലരുടെയും മുഖത്തൊരു ഗൂഢമായ ആഹ്ലാദം. അതൊരു 3000 പേരോളം മരിച്ച പെട്ടെന്ന് ചാമ്പലായ ഒരു അവസ്ഥയാണ്. അതിനകത്ത് ഹിന്ദുക്കളുണ്ടാവാം, മുസ്ലിങ്ങളുണ്ടാവാം, ക്രിസ്ത്യാനികളുണ്ടാവാം, ജൂതന്മാരുണ്ടാവാം. പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റിൽ എങ്ങനെയാണ് മറ്റൊരു സഹജീവിക്ക് ഒരു ഗൂഢമായ ആഹ്ലാദം ഉണ്ടാകുന്നത്? ഹൗ ആർ ദേ ഏബിൾ ടു സെലിബ്രേറ്റ് ദാറ്റ്? അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് വരുമ്പോൾ ഒരുപിടി ഈ ചപല വിശ്വാസങ്ങളിലേക്കും കുറേ ബയസുകളിലേക്കും ഗോത്രീയതയിലേക്കൊക്കെയാണ് പോകുന്നത്. സോ അതിൻ്റെ കാരണം നോക്കുമ്പോൾ ദൈവം, ഇങ്ങനെ കുറേ സെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്. സോ അതൊരു ട്രിഗറായിരുന്നു. ഇപ്പം ഈ ഇത്രത്തോളം വലിയ മരണങ്ങൾ, ആ മരണത്തിൽ സന്തുഷ്ടരാകുന്ന ആളുകളുണ്ട്, ആഹ്ലാദിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുന്നിടത്ത് ഈ മതവും വിശ്വാസവും കൂട്ടുപിടിക്കുന്ന എവിടെയാണ്? അത് മനുഷ്യത്വപരമായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യസഹജമായിട്ട് ഉണ്ടാവേണ്ട
നന്മകൾ ഇല്ലാതെ ആവുന്ന ഒരു മൊമെന്റ് അല്ലേ ശരിക്കും? അതിലെവിടെയാണ് ഇത്തരത്തിലൊരു തിരിച്ചറിവിലേക്ക് അത് കണക്ട് ആവുക? അതായത് ഈ നന്മ എന്ന് നമ്മൾ വിളിക്കുന്ന പലതും നമ്മുടെ ഇവല്യൂഷണറി ബേസിൽ നമ്മൾ അതിജീവനത്തിനെ സഹായിക്കുന്ന കുറേ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. നന്മയില്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിലും സ്വന്തം നന്മയ്ക്ക് വേണ്ടിയെങ്കിലും ആളുകൾ പ്രവർത്തിക്കുക. ഇവിടെ നമ്മളൊരാളെ കാണുകയാണ്, പുതുതായിട്ട് കാണുന്ന ഒരാളെ നമ്മൾ മറ്റു കാരണങ്ങളൊന്നും ഇല്ലാതെ വെറുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് എ സോഫ്റ്റ്വെയർ. അതൊരു ചിന്ത, ഒരു രീതി, അതൊരു സെറ്റ് ഓഫ് വിശ്വാസമായിരിക്കും എന്തായിരിക്കും. അപ്പോൾ അത് പൊളിച്ചു കഴിഞ്ഞാൽ വ്യക്തികളല്ല, നമ്മളുടെ ഒരു ബേസിക് ടെനൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻഫിനിറ്റ് ഫാക്കൽറ്റീസ് ആണുള്ളത്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥത്തിൽ അധികാരപരമായും പദവിപരമായും എല്ലാം തുല്യരാണ്. പക്ഷെ ഓരോരോ സാഹചര്യങ്ങൾ, ഓരോരോ ചിന്താരീതികൾ, ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ എക്സ് മുസ്ലിംസിനെ കുറിച്ച് പറയും. എന്താണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് മുസ്ലിംസ് ആൻഡ് മുസ്ലിംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരു പിന്ന് ഞൂരെടുക്കുകയാണ്. ലൈക്ക് നിങ്ങളെ ഈ ന്യൂ ജനിലൊക്കെ യക്ഷിയിൽ നിന്ന് പിന്നൂരി പാലേ തറയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനം മാറ്റുമ്പോൾ ഡിസ്കണക്റ്റഡ് ആകുമ്പോൾ ദേ ബിക്കം എ മാൻ വിത്തൗട്ട് ഇസ്ലാം ആവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹിന്ദുയിസം ആയാലും ഇസ്ലാമിസം ആയാലും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആയാലും ഈ ഒരു സാധനം മാറ്റുമ്പോൾ മനുഷ്യന് വല്ലാത്തൊരു മാറ്റം വരും. അവന് തൊട്ടടുത്ത് നിൽക്കുന്നതിനോട് ഈ കാരണത്താൽ ഉണ്ടാകുന്ന പകയോ വിദ്വേഷമോ വെറുപ്പോ വിവേചനബോധമോ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിനെ മാറ്റുക എന്നുള്ളത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു അഡ്വാൻസ്മെൻറ്റിന് വളരെ സഹായകരമായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാം. ഐ ഡിസൈഡ് ടു ഡു, ദാറ്റ്സ് എ ഡിഫറൻസ്. ഈ സ്വതന്ത്ര ചിന്തയ്ക്ക് ശരിക്കും മതം തടസ്സമാവുന്നത് ഏത് ഘട്ടത്തിലാണ് ശരിക്കും? ഒരാൾ സ്വതന്ത്രനാവുന്നതിൽ അതായത് മതവിശ്വാസങ്ങളെ തടസ്സമാവുന്നത്? ഗുഡ് നെയിം പ്ലീസ്. റോഹൻ ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങളും ഡിസിഷൻസും ഒക്കെ എവിടെ നിന്നാണ് അതിൻ്റെ സ്രോതസ് എന്ന് ആലോചിക്കുമ്പോൾ അത് റോഹൻ തന്നെയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ പറയും. അതേസമയം എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രഡീഷൻ ലൈക്ക് പണ്ടുള്ളവർ അങ്ങനെ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, പിന്തുടരുക. അപ്പോൾ നിങ്ങളുടെ അധികാര കേന്ദ്രം നിങ്ങൾക്ക് പുറത്താണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഈ ഇത്തരത്തിലുള്ള വ്യവസ്ഥിതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾ ഇതാണ് പിന്തുടരേണ്ടതെന്നുള്ളത് പറയുമ്പോൾ പോലും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റാറുണ്ട്. ഇപ്പോൾ എല്ലാ മതങ്ങളും ഒരേ തരത്തിൽ പ്രവർത്തിക്കുകയോ അതിൻ്റേതായിട്ടുള്ള ചങ്ങലകൾ കൂട്ടി യോജിപ്പിക്കുകയോ ചെയ്യാറില്ല. ഇപ്പോൾ അവനവനെ വേണ്ടത് ചെയ്യുക, അവനവൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നതുകൊണ്ട് അല്ലെ മതവിശ്വാസങ്ങൾ അത്രത്തോളം തീവ്രമല്ലാത്തൊരു സാഹചര്യങ്ങളുണ്ട്. അവിടെ ചിന്തകൾ ശരിക്കും സ്വതന്ത്രമല്ലേ അവൻ്റെ? അപ്പം എല്ലാം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു മിക്സ്ചർ എടുത്തിട്ട് അതിനകത്ത് കപ്പലണ്ടി മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്. കപ്പലണ്ടിക്ക് ഒരു പ്രത്യേക രുചിയാണ്, മറ്റ് ഐറ്റംസിന് വേറെ രുചിയാണ്. ഈ ജനറലൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്? അവിടെ അതും അത്തരത്തിലുള്ള വിശ്വാസങ്ങളും അല്ലെങ്കിൽ അതിനുള്ളിൽ പ്രവർത്തിക്കുന്നവരും ആളുകളും ഇല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ അതിനെ മതവിശ്വാസങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഒറ്റക്കെട്ടിട്ട് കൂട്ടിക്കിട്ടുമ്പോൾ അത്തരത്തിലല്ലാത്ത ആളുകളും അതിൽ പെടുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അതെ, അതിനെക്കുറിച്ച് അതൊരു പഴയ ചോദ്യമാണ്. അതിനെക്കുറിച്ചുള്ള നിലപാട് പലപ്പോഴും പറഞ്ഞിട്ടില്ല. അതായത് മതം പോലെയുള്ള അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം പോലെയുള്ള ഇത്തരത്തിലും ഉള്ള ഒരു കുടിസുമുറി എന്ന് നമുക്ക് പറയാം ആശയപരമായി. അതിൽ എത്ര നേർപ്പിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നു അത്രയും നല്ലതാണ്. ലൈക്ക് മദ്യം പോലെ ഈ ലഹരിയിൽ എത്ര കൂടുതൽ വെള്ളം ഒഴിക്കുന്നു, എത്ര നേർപ്പിക്കുന്നു, എത്ര ഡൈല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ വി സ്റ്റാൻഡ് ഫോർ ദ ഡൈല്യൂഷൻ ആൻഡ് വി പ്രൊമോട്ട് ദ ഡൈല്യൂഷൻ. ആൻഡ് ഡൈല്യൂഷൻ നിങ്ങൾ മദ്യം ഉപേക്ഷിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അളവ് കുറയ്ക്കുക, വെള്ളം കൂടുതൽ ഒഴിക്കുക. ഇതാണ് നമ്മൾ ഈ കുറയ്ക്കുന്നതിൽ എത്ര ഡൈലൂട്ട് ചെയ്ത് കഴിച്ചാലും അല്ലെങ്കിൽ വല്ലപ്പോഴും കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒക്കേഷനിൽ കഴിക്കുന്ന എന്നുള്ള സ്ഥിരം പദപ്രയോഗമുണ്ട്. ഇത് കാലക്രമേണ ഇത് അഡിക്റ്റ് ആവുമെന്ന് പറയും. അതുപോലെ ഈ മതവിശ്വാസങ്ങളിൽ അത് അങ്ങനെ വരും എന്നുള്ളൊരു ഇത് കൂടി ഉണ്ടോ, വരി കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടോ? അതെ, ഈ മതവിശ്വാസം സ്വാഭാവികമായിട്ടും ഇതൊരു സോഫ്റ്റ്വെയർ നമ്മൾ എന്താ പറയുക പുറത്താക്കുകയാണ്. അത് ഒരു കായികമായ ഒരു ശാരീരികമായ ഒരു രീതിയല്ല. അത് ചിന്താപരമായിട്ട് തന്നെ നമ്മൾ യുക്തിയും ഭാവനയും അറിവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ ശരിക്കും ഡീപ്രോഗ്രാം ചെയ്യാം. അപ്പം നമ്മളൊക്കെ എസൻസ് ഒക്കെ ചെയ്യുന്നത് ശരിക്കും ഒരു ഡീപ്രോഗ്രാമിംഗ് പോസിബിൾ ആണോ എന്നുള്ളൊരു അന്വേഷണവും അതിനായിട്ടുള്ള ഒരു ശ്രമവുമാണ്.
ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്. ഈ നമുക്കൊരു മെജോറിറ്റിയുടെ ഒപ്പം എന്ത് പറയുന്നു അതിനൊപ്പം നിൽക്കുക, അതിൻ്റെ കാര്യകാരണങ്ങൾ അല്ലെങ്കിൽ ശരിതെറ്റുകളൊന്നും ബോധ്യപ്പെടാൻ നിൽക്കുക എന്നുള്ളൊരു പ്രവണത കൂടുതൽ കണ്ടുവരും. ഈ അവിടെയാണ് ഇതൊരു വേറിട്ട ചിന്താഗതിയൊന്നും വഴിയൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഈ പലപ്പോഴും നിരീശ്വരവാദം എന്നുള്ളത് മാറ്റി നിർത്തേണ്ട ഒന്നാണെന്നുള്ളതും മറ്റെന്തോ അല്ലെങ്കിൽ തീവ്രവാദത്തിന് തുല്യമായിട്ട് മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നുള്ള ചിന്താഗതിയിലൂടെയാണ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയ ഒരാളാണ്. അപ്പം അവിടെ ശരിക്കും ഈ ചിന്താഗതി എൻ്റെ വേറിട്ട വഴി അതിൻ്റെതായിട്ടുള്ള ശരികളുണ്ട്, ഇതിനൊപ്പം എൻ്റെ ആളുകൾ കൂടും അല്ലെങ്കിൽ ഇത് കുറേ പേരിലേക്ക് കൂടി എത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യബോധ്യം വരുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴാണ്? ആക്ച്വലി എത്തീസം എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ട് കണ്ടീഷനാണ്. യു ആർ ബോൺ എത്തീസ്റ്റ്. പിന്നെ നിങ്ങളിലേക്ക് ഒരു സാധനം കയറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോഴും നിങ്ങൾ യു ആർ എത്തീസ്റ്റ് അബൌട്ട് അതർ റിലീജിയൻസ് ആൻഡ് അതർ ഫെയ്ത്ത് ആൻഡ് അതർ പാർട്ടീസ് ആൻഡ് അതർ ഓൾ അതർ. ബട്ട് യു ആർ എ ബിലീവർ ഇൻ യുവർ സിസ്റ്റം, യുവർ ബിലീഫ്സ് ഓർ യുവർ ക്രീഡ്. ഓക്കെ. പക്ഷെ മറ്റുള്ളതിനെ സംബന്ധിച്ച്, അതായത് 99.9% വിശ്വാസങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്തീസ്റ്റാണ്. നിങ്ങളുടെ ചക്രവിശ്വാസത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഭ്രമം ഉണ്ടാകുന്നത്. അതൊരു കൈൻഡ് ഓഫ് എന്താണ് പറയുക, ഒരു അബറേഷനാണ്. നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒരുപക്ഷെ കുട്ടികൾക്ക് ഇപ്പം നമ്മൾക്കുള്ള വിശ്വാസങ്ങൾ പകർന്നു നൽകിയാലും ഏത് മതത്തിൻ്റെ കീഴിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവരെ പൂർവികർ കൈമാറി വന്നതാണെങ്കിൽ പോലും ഈ എന്താണ് ഈ പ്രാർത്ഥന ജീവിതം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതമാണ് നയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പോലും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അത് മാറാറുണ്ട് അല്ലേ. ഇപ്പോൾ എന്തൊരു വിശ്വാസം, പള്ളിയാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും പോവാതിരിക്കുകയും പ്രാർത്ഥനയുമായി ബന്ധപ്പെടാതിരിക്കുകയും സോക്കോൾ പാരൻസ് പറയുന്ന ഒരു വാചകമുണ്ട്, ദൈവവിശ്വാസം വേണ്ട, ദൈവഭയം വേണ്ടാതെ നടന്നോ എന്നുള്ള സാധനമാണ് പറയുന്നത്. ഇവൻ വിശ്വാസമില്ലാതെ ആവുന്ന ആദ്യം കേൾക്കുന്നതാണ്. എന്നാലും ഒരു മതത്തിന്റെ ഭാഗമായിട്ട് മാറി നിൽക്കുകയോ ചിന്തിക്കാറില്ല. ഒരു മതമില്ലാതെ മുന്നോട്ട് പോകുന്നത് പ്രായമായിട്ട് ബുദ്ധിമുട്ടാണോ? മതമില്ലാതെ നിങ്ങളൊരു ഉപ്പിയൊക്കെ എടുത്ത് ചുമന്നുകൊണ്ട് നടക്കുന്നു, ചുമന്നുകൊണ്ട് നടക്കാതിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ആൻ അഡീഷണൽ ബർഡൻ ഓൺ യുവർ ഷോൾഡേഴ്സ്. അങ്ങനെ ബുദ്ധിമുട്ടാവുന്നു. ഈ മുമ്പ് ഐ ടോൾഡ് യു ദാറ്റ് വി ആർ ബൈ ഡിഫോൾട്ട് വി ആർ എത്തീസ്റ്റ്, ബോൺ എത്തീസ്റ്റ് ആണ്. ഈ ഇതിനൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കാൻ ചോദിക്കാൻ കാരണം മുമ്പ് തന്നെ രജീന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ പാർട്ടി ഗ്രാമങ്ങളിൽ കൂടി ജനിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഇന്ന പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ നമ്മൾ അതിനോടൊപ്പം വരുന്നു, മറ്റു പാർട്ടികളിൽ നിന്ന് വിവാഹം കഴിക്കും, മറ്റു ബന്ധങ്ങളിലേക്ക് ചെയ്യില്ല എന്ന് പറയുന്നു. മതത്തിലും അങ്ങനെയാണെന്നുള്ള സാധനം. ഇപ്പോൾ ഒരുവന്റെ ജനനത്തിൽ അവർ നിന്നുള്ള തുടർന്നുള്ള വളർച്ചയിലോ അവന്റെ തിരിച്ചറിവിലോ ബോധ്യത്തിലോ ഈ ഒരു പാർട്ടി വേണമെന്നോ അല്ലെങ്കിൽ മറ്റ് വ്യക്തി താല്പര്യങ്ങളിലേക്കോ മാറി ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഈ മതമില്ലാതെ അല്ലെങ്കിൽ മതത്തിന്റെ ഭാഗമല്ലാതെ ചിലപ്പോൾ വിശ്വാസിയായിരിക്കില്ല, ചിലപ്പോൾ പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നുണ്ടായില്ലായിരിക്കാം, പക്ഷേ ഈ ഒരു മതത്തിന്റെ പേര് കൂട്ടിച്ചേർക്കുകയോ അവൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ ഇവിടെ നിറവേറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്തയാണോ അത് മാറ്റി നിർത്താത്തത്? അതാണ് ഞാൻ എൻ്റെ ചോദ്യം. ബേസിക്കലി ഞാൻ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം എങ്ങനെ നേടാം? നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ലഭ്യമല്ല. ലൈക്ക് നമ്മളുടെ ശരീരം തന്നെ ഒരു അസ്വാതന്ത്ര്യമാണ്. യു കനോട്ട് ഫ്ലൈ. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. പിന്നെ ടാക്സ് കൊടുക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ അത്തരം നിയമങ്ങളുണ്ട്. പിന്നെ ട്രാഫിക് റൂൾസ്, വേറെ നമുക്ക് റൂൾസ് റെഗുലേഷൻസ് ഒരുപാട് കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ബീയിങ് എ സിറ്റിസൺ ഓഫ് ദ കൺട്രി, റെസ്പോൺസിബിൾ സിറ്റിസൺ. പക്ഷെ അതിനുപരിയായിട്ട് നിങ്ങളുടെ മാനസികപരമായിട്ടും ചിന്താപരമായിട്ടും നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാവുന്ന ഒരുപാട് ഏരിയസ് ഉണ്ട്. അവിടെ ഒന്നും നമ്മൾ പൊതുവിൽ ആളുകൾ സ്വന്തം തീരുമാനത്തെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകാറില്ല. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ അധികാര കേന്ദ്രം നിങ്ങൾക്ക് പുറത്താണെങ്കിൽ നിങ്ങൾ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നാണ് അർത്ഥം. മതം എന്ന് പറയുന്നത് ഈ അന്ധവിശ്വാസങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. മതത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ഇനി നിങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടിയെ എങ്ങനെ വളർത്തണം, ആ കുട്ടിയുടെ കുട്ടിയെ എങ്ങനെ വളർത്തണം എന്ന് തൊട്ട് എന്നോ എഴുതപ്പെട്ട ആരോ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് തിങ്സ്, അത് ആ കാലത്തൊരു പക്ഷേ പ്രസക്തമായിരുന്നിരിക്കാം കുറഞ്ഞ അളവിലെങ്കിലും. പക്ഷെ എല്ലാ കാലത്തേക്കുമുള്ള നിയമങ്ങൾ ഒരു കാലത്ത് എഴുതപ്പെട്ടുവെന്നും അല്ലെങ്കിൽ അത് പ്രമാണങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എന്തോ ആയിക്കോട്ടെ, അതിന് വരുന്ന ജനങ്ങളെല്ലാം ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നും പറയുന്നത് ഇതൊരു ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ്. നിങ്ങളുടെ ഒരു എന്താ പറയുന്ന ലോകവീക്ഷണം തന്നെ പിന്തിരിപ്പനാണ്, പിന്നോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കണ്ടുപിടുത്തങ്ങളായാലും തിരിച്ചറിവുകളായാലും പരന്ന ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ ഇന്ന് അങ്ങനെ ഒരു തർക്കം പോലും ഇല്ല. പക്ഷെ ഒരു കാലത്ത് തർക്കം ഉണ്ടായിരുന്നു. അപ്പം ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ കൂടുതൽ യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു. മനുഷ്യൻ ഒരു എന്താണ് പറയുക സെപ്പറേറ്റ് ലെവലിലേക്ക് പോകുന്നു. അവിടെ ഈ മതം എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളെ താഴോട്ട് പിടിക്കുന്ന ഒരു സാധനമാണ്. ഇത് കൃത്യമായിട്ട് ആളുകൾക്ക് ശരിക്കും ബോധ്യമില്ല, ഇത് തിരിച്ചറിയാതിരിക്കുന്നില്ലല്ലോ. ആ തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ശരിക്കും അതിൽ നിന്ന് പുറത്തു വരാതിരിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. തിരിച്ചറിവ് സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. ആ ചോദ്യത്തിന്റെ പ്രിമിസ് തെറ്റാണ്. തിരിച്ചറിയുന്നുണ്ട് എന്നിട്ടും അവർ പോകാതിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അവർ ഇത് തിരിച്ചറിയുന്നില്ല, തിരിച്ചറിയാൻ അവർക്ക് താല്പര്യമില്ല,
അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ശരി. എന്നോ ഈ വിശ്വസിക്കുന്ന ആളുകൾ, ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന 99.9% ആൾക്കാർക്കും എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ദ വെരി മൊമെന്റ് ദേ ഹാവ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദേ വിൽ ഗോ ഔട്ട് ഓഫ് ഇറ്റ്. ഇത് മനസ്സിലാവുന്ന ആ ഒരു മിനിറ്റിൽ അവരതിന് പുറത്തായിരിക്കും. എന്നാൽ നിങ്ങൾ പഠിച്ച് പോയാലും നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് ഒരുപാട് മിസ്ഗൈഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ലോഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളെ വഴിതെറ്റിക്കാൻ പറ്റും. ഡോൺസ് യു നിങ്ങൾക്ക് തിരിച്ചറിയുന്നൊരു സമയം. ഞാനൊരു 600 പേജുള്ള പുസ്തകം എഴുതിയിട്ടുള്ളതാണ് ജ്യോതിഷത്തെക്കുറിച്ച്. ഐ ഡോണ്ട് പ്രാക്ടീസ് ജ്യോതിഷം. പക്ഷെ ഞാൻ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പുസ്തകം എഴുതി നേടിയിട്ടുള്ള വായനക്കാരുടെ 10,000 ഇരട്ടി ആളുകളിലേക്ക് എത്തിച്ചേരാനും അവരെ എനിക്ക് കമാൻഡ് ചെയ്യാനും സാധിക്കും. ദാറ്റ് മീൻസ് ദിസ് ഈസ് ലൈക്ക് ഒരു ഈവിൾ ഇൻഫ്ലുവൻസ് ആണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് പണം തട്ടാൻ കഴിയും, വിശ്വാസം, സ്നേഹം, ഇതെല്ലാം ആർജിക്കാൻ കഴിയും. പക്ഷേ യു ആർ ചീറ്റിംഗ് പീപ്പിൾ, യു ആർ ഫൂളിങ് യുവർ സെൽഫ് ആൻഡ് ചീറ്റിംഗ് അതർ പീപ്പിൾ. ഇത് എന്താണ് ഇപ്പോൾ എയ്ത്തീസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? പണ്ട് ആദ്യം ഞാൻ 2011 പ്രസംഗത്തിൽ സ്ഥിരം പറയുന്ന ഒരു ഇതുണ്ട്. ആ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ കുട്ടിയാണ് എല്ലാ എത്തീസ്റ്റുകളുടെയും പിതാവ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ മുഖത്ത് നോക്കി ലിറ്ററലി അല്ല, ഞാൻ ഫിഗറേറ്റീവ്ലി പറയാണ്, കോൾ എ സ്പേഡ്. അതാണെന്ന് പറയുക എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യത്തോട് ഏറ്റവും ക്ലോസർ അപ്രോച്ചാണ്. പല ആളുകൾ അത് പറയാറില്ല. അതിന് ഇപ്പോൾ ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീങ് ഏത്തീസ്റ്റ്, ഒരാളോട് ചോദിക്കണം നിങ്ങൾ നിരീശ്വരവാദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മത എതിർപ്പാണ്, അതാണ് ഇതാണ്, മാടയാണ് കോടയാണെന്നൊക്കെ പറയും. പക്ഷേ ഒരു സ്റ്റാൻസ് അക്കാര്യത്തിൽ എടുക്കാറില്ല. ഞാനും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്തീസ്റ്റ് ആയിരുന്നു, ബട്ട് എനിക്ക് അങ്ങനെ അക്നോളജ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതുണ്ടാക്കുന്ന ഒരു നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടുള്ള അസ്വാരസ്യങ്ങളും പൊസിഷൻസും ഒക്കെ കാരണം ഐ യൂസ്ഡ് മൈ ഇൻ്റലിജൻസ്. ദെൻ മറ്റ് പദപ്പിക്കലിൽ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പോൾ ലിറ്റ്മസ് നടക്കുന്നു ഒക്ടോബർ 19. എന്താണ് അതിൻ്റെ മുദ്രാവാക്യം? അൺഅപ്പോളജറ്റിക്കലി എത്തിയിസ്റ്റ് എന്നാണ്. ലിറ്റ്മസിൻ്റെ ചിരപുരാതനമായിട്ടുള്ള ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദി സമ്മേളനം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ. അതൊരു മോക്കിംഗ് ടീസറാണ്. അപ്പോൾ പോലും ചോദിക്കും ദൈവത്തിൻ്റെ സ്വന്തം, അപ്പോൾ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ഉന്നത ചിന്തകരുമുണ്ട്. പക്ഷെ നമ്മളൊരു ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ചാൽ പോലും ആളുകൾ അങ്ങനെ സർക്കാസ്റ്റിക്. അപ്പോൾ അൺഅപ്പോളജിക്കലി എത്തിയിസ്റ്റ് എന്ന് ഈ സമൂഹത്തിന് മുന്നിൽ പറയുകയാണ്. സർവ്വരംഗത്തും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ആഹാരത്തിലും പഠിക്കുന്ന പുസ്തകത്തിലും ഒക്കെ മതം ഇങ്ങനെ തുളിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി, നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുകയാണ് അൺഅപ്പോളജറ്റിക്കലി എത്തിയിസ്റ്റ്. അതാണ് എസെൻസും ഇപ്പോൾ ഈ ലിറ്റ്മസ് പോലെയുള്ള സംഘടനകളും സമ്മേളനങ്ങളും മുന്നോട്ട് വെക്കുന്നത്. അതൊരു വലിയ കാര്യമല്ലേ? ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്ന് സാർ തന്നെ മുൻകൂട്ടി അത്തരം ചിന്തകളുണ്ടായിട്ട് വരെ ഞാൻ പറയേണ്ടതില്ല, അല്ലെങ്കിൽ അവിടെ ഞാൻ പ്രത്യേക ഒരു രക്ഷയോ അല്ലെങ്കിൽ ഒറ്റപ്പെടലോ സംഭവിച്ചേക്കാം എന്നുള്ള ഈ പേടിയും ചിന്തയും പലർക്കും ഉണ്ടായിരിക്കില്ലേ? ചിലപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞാൽ എൻ്റെ സൊസൈറ്റിയിൽ, എൻ്റെ സമൂഹത്തിലും എൻ്റെ കുടുംബത്തിലും ഞാൻ ആയിരിക്കുന്നിടത്തിൽ പോലും ഒറ്റപ്പെട്ടേക്കാം, എനിക്ക് വേണ്ട പ്രാധാന്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കപ്പെട്ടേക്കാം എന്നൊരു ചിന്ത അവനെ പിന്നോട്ട് വലിക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായും അത് തന്നെയാണ് കാരണം. ഇതിൽ എത്രത്തോളം മാറ്റമുണ്ട്? ഇപ്പോൾ സൊവയുടെ ലിറ്റ്മസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ഏകദേശം 2018 തുടങ്ങി വെച്ചൊരു കാര്യമാണ്. 2025 ഏകദേശം 7 വർഷം പിന്നിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടലുകൾ മാത്രമായിരിക്കും. ഇത് പിന്നീട് അവിടെ നിന്നോട്ട് ആളുകൾ കുറയുള്ളൂ, ഇത് നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് ഇത്രത്തോളം ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ട്. എവിടെയാണ് ഇത് ശരിക്കും നിരീശ്വരവാദത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ആളുകൾ എത്തുന്നു എന്നുള്ളതാണോ ചിന്തിക്കുന്നത്? അതിനപ്പുറത്തേക്ക് ഇത് എന്താ നടക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷയും ത്വര കൊണ്ട് ആളുകൾ എത്തുന്നു എന്നാണോ കരുതുന്നത്? ദാറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈ ആകാംക്ഷ കൊണ്ട് എത്തുകയാണെങ്കിൽ ആകാംക്ഷ പെട്ടെന്ന് ഈ പറഞ്ഞ ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേക്ക് ആകാംക്ഷ തീരും. ഞാൻ പറയുന്നില്ല ഒരിക്കലും എത്തിസം ഒരു പോപ്പുലർ സ്റ്റാൻസ് ആണ്, ആളുകൾ വന്ന് അറിയുന്ന സാധനമാണ്, ഒരുപാട് പേര് അതിൻ്റെ പുറകെ വരും എന്നൊന്നും ഒരു ക്ലെയിം എനിക്കൊരു കാലത്തും ഇല്ല, ഇനിയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അതൊരു മൈനോറിറ്റി പൊസിഷനാണ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മൈനോറിറ്റി പൊസിഷൻ. ഇപ്പോൾ ലിറ്റ്മസിൻ്റെ കാര്യം 2018 തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഇതിൽ ഞാനിവിടെ വരുന്ന സമയത്ത് ഈ യുക്തിവാദി സംഘം പോലെയൊക്കെയുള്ള സംഘടനകളാണ്. അത് കുറച്ച് പ്രായമായ ആൾക്കാർ, അവർ ഇതേ കണക്കൊരു ഹോള് വിളിച്ചു, കുറച്ച് കസേരയൊക്കെ ഇട്ട് അവർ പറയും, സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അത് ഇൻക്രീസിംഗ്ലി അൺപോപ്പുലറായി വരികയായിരുന്നു. അപ്പം ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒന്ന് they were not calling themselves atheist. യുക്തിവാദം,
അല്ലെങ്കിൽ മതേതരവാദം, അല്ലെങ്കിൽ മാനവികവാദം, വേറെ വേറെ പദങ്ങൾ അന്വേഷിക്കുകയാണ്. അതെ. മനസ്സിലായല്ലേ? അവരെ എന്താണ് എന്ന് പറയാൻ മടിക്കുന്ന ഒരു ആളുകളെ ശരിക്കും മറ്റുള്ളവർ ആദരിക്കാനും അഭിനന്ദിക്കാനുള്ള സാധ്യത കുറവാണ്. ബേസിക്കലി നിങ്ങൾ എന്ത് പൊസിഷൻ ആയിക്കോട്ടെ, അതവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഓപ്പൺലി ഒരു വിസിബിലിറ്റി ഉണ്ടാക്കുക. അപ്പോൾ പണ്ടൊക്കെ ഒരു പഞ്ചായത്തിൽ ഒരു എത്തീസ്റ്റ് ഉണ്ടോ എന്ന് തന്നെ അറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ലിറ്റ്മസിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലൊരു 10% ആളുകൾ നിരീശ്വരവാദികളായിരിക്കും ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ ഏതൊരു പോപ്പുലേഷനിലും ആ ഒരു 10% ഉറപ്പായിട്ടും ഉണ്ടാവും. അതിനകത്ത് മുഖ്യധാരയിൽ വന്നോളുന്നില്ല. പക്ഷേ അതെ, ഈ 10%-ൽ 0.1% പോലും ഒരു വിസിബിൾ എത്തീസ്റ്റ് ലൈഫ് നയിക്കില്ല. ഈ മുറിയിൽ തന്നെ ഇപ്പോൾ ഞാനല്ലാതെ എത്തീസ്റ്റുകൾ ഉണ്ടാവും, പക്ഷെ എനിക്ക് അങ്ങനെ ആളിനെ അറിയാൻ കഴിയില്ല, വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ വിസിബിലിറ്റി ഫാക്ടറാണ് ലിറ്റ്മസിൽ ചെയ്യുന്നത്. നോക്കൂ, ഈ ഒരു 100 പേരെ വെച്ചൊരു സമ്മേളനം നടത്താൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരക്കണക്കിന് ആളുകളെ 7,000 ആൾക്കാരാണ് 2019 കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വന്നത്. നമ്മൾ മിനിമം ഒരു 5 to 8 എല്ലാ ലിറ്റ്മസിനും വരാറുണ്ട്, 5,000 to 8,000. അപ്പോൾ അത് ശരിയാണ്. അത് ഈ വിസിബിലിറ്റി ഫാക്ടറിന് പുറമെ ഈ പറയുന്ന വലിയൊരു പോപ്പുലേഷൻ ഇതിനകത്ത് പുറത്തു വരാതുണ്ട്. അവർ പുറത്തു വരാത്ത ഇതുകൊണ്ടാണ് അവർ അടുക്കള തൊട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വീട്, വാർഡ്, അമ്പലം, പള്ളി, കൂട്ടുകാരും വലിയൊരു പ്രശ്നമാണ്. പിന്നെ സ്കൂൾ, കോളേജ്. സ്കൂളും കോളേജും ഒക്കെ അന്ധവിശ്വാസങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളാണ്. എല്ലാവരും കരുതുന്നതാണ് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വിശാലമായി ചിന്തിക്കുന്ന. അവർക്ക് ഇതൊന്നും ശരിയല്ല, നേരെ തിരിച്ചാണ്. വയസ്സർക്ക് പിന്നെയും കുറച്ചുകൂടെ ഓൾഡ് ഏജിനോട് നമുക്ക് കുറച്ചുകൂടെ സമ്മതിക്കാം. ഒന്നാമത് ഇന്നത്തെ ചെറുപ്പക്കാരോട് നമുക്ക് പറയുകയാണെങ്കിൽ അവർക്ക് ഇതൊരു അവരെ മതം അത്ര ഒന്നിൽ അവർ അറിയാതെ മതത്തിൻ്റെ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അവർ മതത്തിനുള്ളിലാണ്, അവർ അതിനകത്ത് കിടന്നില്ലേ ബൈക്കിട്ട് കറക്കുന്നോളം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ വിതിൻ ദ സിസ്റ്റം. പക്ഷെ അവർക്ക് തോന്നുമ്പം അവർ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും ഇന്നത് ചെയ്യണമെന്ന് പറയുമ്പം അവർ നിഷേധഭാവത്തിൽ പോകുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്ന അവരെന്തോ നിയമങ്ങൾ ബ്രേക്ക് ചെയ്തു. ബട്ട് ആക്ച്വലി അവസാനം വരുമ്പം ഇവർ ഇതിനകത്ത് കിടന്നുള്ള ബഹളങ്ങൾ, കറക്കങ്ങളും. അപ്പം ഓരോ ഘട്ടത്തിലും നിങ്ങൾ നിഷേധഭാവം കാണിക്കുമ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ഡിഫെൻഡ് ചെയ്യും, അധ്യാപകരെ ഡിഫെൻഡ് ചെയ്യും, കൂട്ടുകാരെ ഡിഫെൻഡ് ചെയ്യും. ബട്ട് യു ആർ നെവർ ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങളെ ഒരിക്കലും ഈ മുമ്പേ ആദ്യം തന്നെ താങ്കൾ സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് വരുന്നത്, ചില നമ്മളിതൊക്കെ ലംഘിക്കാറില്ലേ? ലംഘിക്കുന്നത് അത് തെറ്റാണെന്നോ അത് ചപലമാണെന്നോ ബോധ്യമായിട്ട് ലംഘിക്കുന്നതല്ല, നിങ്ങൾക്കൊരു തടസ്സമായിട്ട് വരുന്നു. ഇപ്പോൾ ഒരാൾക്ക് മദ്യപിക്കണമെന്ന് തോന്നുന്നു, ഒരു ചെറുപ്പക്കാരന്, അവനൊരു സെമറ്റിക് വിശ്വാസിയാണെന്നിരിക്കട്ടെ, മദ്യപാനം പാടില്ല എന്നാണ് അവിടെ ഉള്ളതെന്നിരിക്കട്ടെ, അവനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മദ്യപിക്കും. അപ്പോൾ ആക്ച്വലി അവൻ ഒരു മത നിയമമാണ് ലംഘിക്കുന്നത്. പക്ഷെ അവൻ മതത്തിനുള്ളിലാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ വേണമെങ്കിൽ അടുത്ത ദിവസം സ്ട്രീറ്റിൽ ഒരു അക്രമത്തിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവൻ്റെതായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. എന്നാൽ ഈ ഒരു ചട്ടക്കൂടെ, ഈ ഒരു ലേബൽ എനിക്ക് ആവശ്യം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, അതുകൊണ്ട് അത് മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ള ചിന്താഗതിയാവുമല്ലോ. അത് അവിടെ താല്പര്യം അവിടെ സംഭവിക്കുന്നില്ല. സ്വാർത്ഥ താല്പര്യം മാത്രമല്ല, ഇതിന്റെ കോറിൽ നിന്ന് നിങ്ങൾ ഔട്ടല്ല. നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ഓരോരോ സാധനങ്ങൾ ഒടിച്ചൊടിച്ച് കളയുന്നത്.